ഹലോ എവ്രി വൺ. ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫാമിലിയുടെ ഫേവററ്റ് റെസിപ്പിയാണത്. അപ്പോൾ ചീഞ്ചട്ടിയിൽ ഇതാ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ സവാളയും ഒരു 2 പച്ചമുളക് കീറിയതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു 1 ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തത്. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് ഇപ്പോൾ അതാ 1 പീസ് ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ. നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ അരയ്ക്കുകയാണ്. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇപ്പോൾ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പെപ്പർ പൗഡർ എടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ തന്നെ. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ കൊറിയാണ്ടർ പൗഡർ അതൊരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫെനൽ സീഡ്സ് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമ്മുടെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. എല്ലാം ഇതാ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ നാളികേര പീസസ് കൊത്തുകൾ ഇതപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് അതാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ പൊടികളും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ അരച്ച് വെച്ച ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണയ്ക്ക് പോകാനായിട്ട് ഇപ്പോൾ അരച്ചെടുത്തതാണല്ലോ. അപ്പോൾ ഇത് നല്ലൊരു കളറും തരും, നല്ലൊരു ഫ്ലേവറുമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പറയുക വേണ്ട, അന്നൊരു അസല് ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഈ മസാലയിലേക്ക് ഒന്ന് കോട്ടായിട്ട് വരണം. ഒരു 3 to 4 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഈ മസാലയിൽ അങ്ങോട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഒരു 3 to 4 മിനിറ്റ്സ് ആയി. ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ മിക്സി പാത്രത്തിൽ തന്നെ നമ്മുടെ കുറച്ച് മസാല ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അതാ ഉപ്പ് ഇടുകയാണ്. ഇനി ആ വെള്ളവും കൂടെ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ മിക്സിയിലത്തെ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അധികം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചിക്കൻ തന്നെ വെള്ളം വരുമല്ലോ. അപ്പോൾ പാകത്തിന് ഉപ്പ്, ഓൾറെഡി ഉപ്പ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഈ ഉള്ള വെള്ളം തന്നെ നമുക്ക് മതി. ഇനി നമുക്കിത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നമുക്കൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ദാ ചിക്കൻ തന്നെ വെള്ളം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3/4 കുക്കായി എന്ന് തോന്നുമ്പോൾ നമുക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊട്ടാറ്റോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന്. ഇപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊട്ടാറ്റോ ഈ ചൂട് ചിക്കൻ്റെ കൂടെ തന്നെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതും വെന്തോളും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് ഇരുമ്പ് ചീഞ്ചട്ടിയിലാകുമ്പോൾ വേഗം അങ്ങോട്ട് നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ കുക്കായി വന്നോളും. അപ്പോൾ നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കിനി കവർ ചെയ്തിട്ട് വീണ്ടും നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് കുക്ക് ആവണമല്ലോ, അപ്പോൾ കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്യാം. ഒരു 3 to 4 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫൈനലി ഇതാ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇരുന്ന് തന്നെ നമ്മുടെ കറി ഒന്ന് കുറുകുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിയുടെ കൂടെ, റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching my YouTube channel.